മുർഷിദാബാദ് കലാപബാധിത മേഖലകൾ സന്ദർശിച്ച് ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസും ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ രഹത്കറും. സംഘർഷത്തിൽ ബാധിക്കപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ചർച്ച ചെയ്യുമെന്ന് സി.വി. ആനന്ദബോസ് ഉറപ്പു നൽകി. മനുഷ്യത്വരഹിതമായ അവസ്ഥയിലൂടെയാണ് മുർഷിദാബാദിലെ സ്ത്രീകൾ കടന്നുപോയതെന്നായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണം. മാൾഡയിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചതിന് പിന്നാലെയാണ് കനത്ത സുരക്ഷയിൽ ഗവർണർ സി.വി. ആനന്ദബോസ് മുർഷിദാബാദിലെ ദുലിയാനിലെത്തിയത്. സംഘർഷത്തിൽ ബാധിക്കപ്പെട്ടവരുമായി സംസാരിച്ച ഗവർണർ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. അക്രമത്തിൽ ബാധിക്കപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ചർച്ച ചെയ്യുമെന്നും ഗവർണർ ഉറപ്പു നൽകി. We should re-establish normalcy there, give people the confidence that there is somebody to protect them, and also take all steps to see that such things are warded off in future. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ രഹത്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും മുർഷിദാബാദ് സന്ദർശിച്ചു. 100-ൽ പരം പരാതികളാണ് ഇവർക്ക് ലഭിച്ചത്. ജനങ്ങൾ അനുഭവിക്കുന്നത് മനുഷ്യത്വരഹിതമായ ദുരിതങ്ങളാണെന്നായിരുന്നു വിജയ രഹത്കറിന്റെ പ്രതികരണം. जो पीड़ित लोग हैं, विशेष रूप से महिला और बच्चे, उनको मैं मिली हूँ और ध्यान में आ रहा है कि उनके साथ बहुत अन्याय हुआ है और उनके साथ अत्याचार भी हुआ है और उनको जो पीड़ा है, ये पीड़ा की कोई लिमिट नहीं है, इतना उनको पीड़ा हो रही है, बहुत तकलीफ उन्होंने झेली है. അക്രമം പൊട്ടിപ്പുറപ്പെട്ട മേഖലകളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സംഘവും സന്ദർശനം നടത്തി. വഖഫ് ഭേദഗതി നിയമമായതിന് പിന്നാലെയാണ് ബംഗാളിലെ മുർഷിദാബാദിൽ ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഷംഷേർഗഞ്ച്, സുദി, ദുലിയൻ, ജംഗീപൂർ എന്നിവിടങ്ങളിലുണ്ടായ സംഘർഷത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഇതുവരെ 274 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.